അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹാദരവോടുകൂടി നമ്മുടെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന XMP കെ മുരളീധരൻ അവറുകൾ, അതുപോലെ നമ്മുടെ യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ പ്രമോദ് ജി കൃഷ്ണ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാൻ, നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സിറാജുദ്ദീൻ, ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ, ശ്രീ കുന്നത്തൂർ ജയപ്രകാശ്, അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കോഴിക്കോട് നിന്നും നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് വിദ്യാർത്ഥികൾക്കൊരു മോട്ടിവേഷൻ ക്ലാസ് നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ ജവഹർ മുനവർ, അതുപോലെ അഡ്വക്കേറ്റ് സിറാജുദ്ദീൻ സാഹിബ്, ജഡ്ജ്, അതേപോലെ നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് ശ്രീ ഷംനാഥ് അവർകൾ, ബഹുമാന്യരെ, നന്മ കരിച്ചാറ എന്ന് പറയുന്നത് ഏകദേശം 4 വർഷം പിന്നിട്ട് അതിന്റെ 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സുദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നന്മ കരിച്ചാറ എന്ന് അതിന്റെ പേര് പോലെ തന്നെ എല്ലാവരും പറയുന്നത് പോലെ നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് നന്മകൾ ആഗ്രഹിക്കുന്നവർക്ക് എത്രത്തോളം സഹായിക്കാൻ പറ്റുമോ അത്രത്തോളം സഹായങ്ങൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞ 4 വർഷമായി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നന്മ കരിച്ചാറ. പലപ്പോഴും ഒരു കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് അതിന്റെ വാർഷികം മാത്രമാണ്. പക്ഷേ 360 ദിവസമുള്ള ഒരു വർഷത്തിൽ നന്മ കരിച്ചാറ ഓരോ മാസത്തിൽ 1ഉം 2ഉം 3ഉം പദ്ധതികളുമായി പരിപാടികളുമായി പ്രവർത്തന രംഗത്ത് മികവുറ്റ് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് നന്മ കരിച്ചാറ. നന്മ കരിച്ചാറ തുടങ്ങുന്നത് തന്നെ ഒരു സാധുവായ ഒരു മനുഷ്യന് വീടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഒരു വീട് വെച്ചു കൊടുത്തുകൊണ്ടാണ് നന്മ കരിച്ചാറ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് 2ാമത്തെ പദ്ധതി എന്ന് പറയുന്നത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, അത് അവശത അനുഭവിക്കുന്ന രോഗികളായ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ജാതിക്കും മതത്തിനും അതീതമായി കൊണ്ട് ജാതിയും മതവും മാറ്റി നിർത്തിക്കൊണ്ട് നന്മ കരിച്ചാറ ഒരാളിന്റെ പേര് നോക്കാതെ അല്ലെങ്കിൽ ഒരാളിന്റെ ജാതി നോക്കാതെ അവരെ സഹായിക്കുന്ന കാര്യത്തിൽ അവർ വരുന്ന അപേക്ഷയുടെ പ്രാധാന്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് നന്മ കരിച്ചാറ കഴിഞ്ഞ 4 വർഷമായി അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട ചികിത്സാ സഹായ പദ്ധതി എന്ന പേരിൽ കഴിഞ്ഞ 4 വർഷമായി ഏകദേശം 30ഓളം വരുന്ന അഗതികളായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് മാസം തോറും 1000 മുതൽ 4000 രൂപ വരെയുള്ള മരുന്നുകൾ മുടങ്ങാതെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നന്മ കരിച്ചാറ. സഹോദരി സഹോദരന്മാരെ, കുടുംബാംഗങ്ങളെ, കാരുണ്യ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ കരിച്ചാറ നന്മ കഴിഞ്ഞ 4 വർഷം പൂർത്തിയാക്കിയതിന്റെ എല്ലാ ഗുണങ്ങളും അതിന്റെ വിവരണങ്ങൾ മുഴുവൻ ഷാജി പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിത്വത്തിലും പ്രത്യേകിച്ച് പ്രവാസി സഹോദരന്മാരെ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലുള്ളതും പുറത്തുള്ളവയ പ്രവാസി സഹോദരന്മാരുടെ ഒറ്റ പ്രയത്നം കൊണ്ടാണ് ഇതിന്റെ ഒരു വിജയം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ യോഗത്തിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ വ്യക്തി എന്തുകൊണ്ട് നന്മയ്ക്ക് യോജിച്ച ഒരാളായി ഞാൻ കാണുന്നു. അദ്ദേഹം ഇവിടെ വന്ന് നമ്മളോട് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റത് തന്നെ നമ്മളൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അതിനനുസരിച്ചുള്ള കഴിവും എല്ലാം പുലർത്തുന്ന ആൾക്കാരാണ്. കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല. വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് ക്ലാസ്സിന് പോകാനുള്ളവരുണ്ട്. പലരും വളരെ വിലപ്പെട്ട സമയം വിനിയോഗിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇതിൽ വന്ന എല്ലാവർക്കും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് നന്മയുടെ എല്ലാ വിജയങ്ങൾക്കും നിങ്ങളുടെ മുന്നിൽ ഉള്ള പ്രവർത്തനം ഇനിയും ഉണ്ടാവണം മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ കെ മുരളീധരൻ അവർ, നമ്മുടെ നന്മയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാനും ഇന്നത്തെ പ്രോഗ്രാമിന്റെ അധ്യക്ഷനുമായ ശ്രീ അഡ്വക്കേറ്റ് സിറാജുദ്ദീൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സാർ ഇപ്പം തന്നെ തിരക്കി കൂട്ടി തുടങ്ങി. അതുകൊണ്ട് കൂടുതലായി എനിക്ക് പറയാനുള്ള എൻ്റെ റിപ്പോർട്ട് അതൊന്നും കംപ്ലീറ്റ് ഷാജി പറഞ്ഞു കഴിഞ്ഞു. ബാക്കി ഫൈസലാക്കാൻ ഒന്ന് മാത്രം പറയുന്നു. കഴിഞ്ഞ 5 വർഷമായി എല്ലാ വർഷവും ഏതാണ്ട് 1 കോടി രൂപയോളം ഈ നാട്ടിലും വിദേശത്തുമുള്ള സഹോദരന്മാർക്ക് സ്വരൂപിച്ചുകൊണ്ട് സഹജീവികൾക്ക് അവരുടെ കരുണയും കൈത്താങ്ങുമായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് നന്മ കരിച്ചാറ.
തുടർന്നുള്ള വർഷങ്ങളിലും അത് തന്നെ ഇതിൽ കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടുണ്ടാകുമെന്നും മാത്രം പറയുന്നു. ഒപ്പം ഇന്നത്തെ ഈ അവാർഡ് വാങ്ങാൻ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ എല്ലാ വിജയങ്ങളും മുന്നോട്ടുള്ള പാതയിൽ ആശംസിക്കുന്നു. ഒപ്പം 2 മാധ്യമപ്രവർത്തകരുണ്ട്, ശ്രീ അഷ്റഫ് വട്ടപ്പാറയും ശ്രീ സാന്ത്വന സാജുവും. അവർക്കും അവരുടെ കൃത്യനിർവഹണത്തിൽ കൂടുതൽ ഊർജവും ഉത്തരവാദിത്വവും നേടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ അവാർഡ് ജേതാക്കൾക്കും, അധ്യാപകരുണ്ട്, ആയമാരുണ്ട്, എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാ സഹകരണവും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ കെ മുരളീധരൻ അവരുകൾ, മറ്റുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അവാർഡ് ജേതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, നന്മയുടെ ആത്മാർത്ഥമുള്ള പ്രവർത്തകർ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യണം. ആദ്യമായി നിങ്ങളുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രായത്തിലുള്ള ഒരു യാത്രയാണ് അഡോളസൻസ് ഏജ്, ഒരു 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ. ഇതിനകത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കാലഘട്ടം കടന്നു പോകേണ്ടത്. ഏറ്റവും കുഴപ്പം പിടിച്ച ഒരു പ്രായമാണ് ഈ കാലഘട്ടത്തിൽ പറഞ്ഞാൽ. ഏത് സമയത്തും നമ്മുടെ മനസ്സ് ചാഞ്ചല്യപ്പെടാം, ദുർബലപ്പെടാം, വഴിതിരിഞ്ഞ് സഞ്ചരിക്കാം, പല കാര്യങ്ങളും ചെയ്യാം. ഇവിടെ ഇന്നൊരു നല്ലൊരു മോട്ടിവേഷന്റെ സ്പീക്കർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ മോട്ടിവേഷന്റെ കാര്യം എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും നേടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് നേടാനുള്ള സമയമാണ് നടന്നു പോകുന്നത് ഈ കാലം. ഇതിന് ശേഷം പിന്നെ നിങ്ങൾ ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഈ സമയം നിങ്ങൾ തിരിച്ചു കിട്ടേയില്ല. മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സജ്ജീകരണവും ഒരുക്കി തന്നിരിക്കുകയാണ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി തന്നിട്ടും നമ്മൾ ആരും തന്നെ ആ ലൈനിൽ എത്തിയില്ലെന്നുണ്ടെങ്കിൽ നാളെ ദൈവം പോലും നമ്മളെ വിടില്ല. കഴിഞ്ഞ തലമുറയ്ക്ക് കിട്ടാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടിക്കൊണ്ടാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ ഈ അടുത്ത കാലത്ത് വാട്സപ്പിൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റി ഫ്രണ്ട് ഒരു ബോർഡ് ചോദിച്ചിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു ഡിസ്ട്രോയ് എ കൺട്രി, നോ നീഡ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺ, no need of long range missiles and everything. Only thing is, reduce the standard of this classes, education level കുറച്ച് കഴിഞ്ഞാൽ ആ രാജ്യം നശിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട. ഇത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ SLC ക്ലാസ്സിൽ എല്ലാത്തിനും A+ കിട്ടിയില്ല എന്ന് മനസ്സിലാക്കി ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, ഈ വിദ്യാഭ്യാസം ഈ 10ാം ക്ലാസ്സും അല്ലെങ്കിൽ 12ാം ക്ലാസ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ആകുന്നില്ല, നീണ്ടു കിടക്കുകയാണ്. നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. നമ്മളെ കഴിയുന്ന പരമാവധി ശ്രമിക്കുക, ബാക്കി നമ്മൾ തവക്കൽ ചെയ്യുക പടച്ചവനാണ്, ദൈവത്തോട്. അതാണ് ഇന്ന് കേരളത്തില് ഏറ്റവും കുറവ് ആത്മഹത്യയുള്ള ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയാണ്. അവിടെ ദൈവവിശ്വാസികൾക്ക് ദൈവത്തിന്റെ ക്ലാസ്, ദൈവത്തിന്റെ സന്ദേശം പ്രത്യേകം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും എന്ത് പ്രതിസന്ധിയാലും പൊരുതാനുള്ള സമയമാണ് ഈ ജീവിതം. നമ്മുടെ ദൈവം നമ്മളെ അയക്കുന്നത് പൊരുതി നേടുക എന്നുള്ളതാണ്. ആ പൊരുതി നേടുന്ന സ്ഥലത്ത് പിന്നോക്കമുള്ള സംഗതിയില്ല, വീഴ്ച എന്നുള്ള സംഗതിയില്ല. നമുക്ക് വീഴ്ച വരും, നമ്മൾ പരാജയപ്പെട്ടു. നമ്മൾക്കുണ്ടാകുന്ന പരാജയത്തിൽ നിന്ന് തിരിച്ച് കയറാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ പരാജയം. പക്ഷെ ആ പരാജയം നിങ്ങൾ നോക്കരുത്. നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. ശക്തമായി നിങ്ങൾ ആ കാര്യങ്ങൾ നേടിയിട്ടുള്ള അവസരം ഉണ്ടാവണം. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം, ഇപ്പൊ ഹരിത വി കുമാർ, ഞാൻ അടുത്ത കാലത്ത് പേപ്പർ കട്ടിങ് ഉണ്ട്. ഹരിത വി കുമാർ അവര് 2012 IAS ടോപ്പറായിരുന്നു. അവര് ഈ അടുത്ത കാലത്ത് ബാലജന സെക്രട്ടറി കൂടെ വന്ന ഒരാളാണ്. ആ ബാലജന സെക്രട്ടറി കൂട്ടായ്മയിൽ അവർ പറഞ്ഞു, ഏറ്റവും വേണ്ടത് അടിസ്ഥാനം വേണ്ടുന്നത് നല്ല മനസ്സിന്റെ ഉടമകളാകുന്നതാണ്. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പൊ ഈ കുട്ടി ഞാൻ ചോദിക്കുമ്പോൾ എന്തെങ്കിലും 2-4 കുട്ടികൾ എഴുതാൻ നിർത്തിയെന്ന് പറഞ്ഞാൽ, ഈ വരുന്ന ഈ മാസം അവസാനം സുഹാഗത്ത് ഒരു അവാർഡ് തരാൻ ചടങ്ങുണ്ട്. SLCക്ക് എല്ലാവരും A+ കിട്ടിയ കുട്ടി, അത് കഴിഞ്ഞ് +1 A+ കുട്ടി, IAS പാസ്സായിട്ടുള്ള 5 പേര്. ആ 5 പേരെ പ്രത്യേക ഒരു സംഘടന വിളിച്ച് ആദരിക്കുകയാണ്. ഇപ്പം നാളെ നമ്മുടെ എല്ലാം നന്മയുടെ ഒക്കെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, ഇതിലുള്ള കുട്ടികൾ ആരെങ്കിലും അതിന് കുറച്ചു പേരെങ്കിലും IASഉം സിവിൽ സർവീസിലേക്ക് പാസ്സായി വരുന്നൊരു സാഹചര്യം ഞങ്ങളിതിന് പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. അതിനാണ് എല്ലാ വർഷവും ഇങ്ങനെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള ആദരികൾ നടത്തുന്നതും. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും അത്തരത്തിലുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായി ആ തരത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നന്മയുടെ ഏറ്റവും വലിയ കടമ പൂർത്തിയാകുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷനാണ് ഈ സംഘടനയുടെ അഡ്വൈസറി
കമ്മിറ്റിയുടെ അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് എം സിറാജുദ്ദീൻ, ഈ വേദിയിൽ ഉപവിഷ്ടനായ നന്മ കരിച്ചാറയുടെ ഭാരവാഹികളെ, സംഘടന ആദരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, വളരെ സന്തോഷപ്രദമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. സാധാരണ നമുക്കറിയാം ഒരുപാട് സംഘടനകൾ നന്മ എന്നുള്ള പേരിലുണ്ട്. ഒരുപക്ഷെ ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു പ്രദേശത്തിൻ്റെ പേരിൽ ഈ നന്മ അറിയപ്പെടുന്നത്. അതായത് ഈ പഞ്ചായത്തിലെ കരിച്ചാറ എന്ന പ്രദേശത്തിൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന നന്മ എന്ന സംഘടന. എല്ലാത്തിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് നന്മ ചെയ്യുക. പക്ഷെ ഒരുപാട് നന്മകളുടെ കൂട്ടായ്മയെ വേദം തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു പ്രദേശത്തിൻ്റെ പേരുകൂടെ ചേർത്ത് ഒരു നന്മ നിങ്ങൾ 5 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. 5ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. ഞാനിതിൻ്റെ സംഘാടകരോട് ചോദിക്കുകയായിരുന്നു, ഒരു വർഷം 1 കോടിയുടെ ചാരിറ്റബിൾ വർക്ക് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൻ്റെ ഫണ്ട് നിങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അംഗങ്ങൾ തന്നെ, അതിൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുൾപ്പെടെ ആണ് അവരുടെ വിഹിതത്തിൽ നിന്ന് ഒരു പങ്ക് ഈ ചാരിറ്റബിൾ പ്രവർത്തനത്തിന് വേണ്ടി നീക്കി വയ്ക്കുക. നമുക്കറിയാം, ഇവിടെ വിദേശത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം ഗൾഫ് രാജ്യങ്ങൾ ജോലി ചെയ്യുന്നതാണ്. അമേരിക്ക, ഇംഗ്ലണ്ടിലൊക്കെ വളരെ കുറവാണ്. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല. പക്ഷേ ഗൾഫ് രാജ്യം നമ്മുടെ രാജ്യം പോലെ തന്നെയാണ്. ഏതാണ്ട് നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഡൽഹിയിൽ പോകുന്ന പോലെയാണ് നമ്മളൊക്കെ ഗൾഫിലൊക്കെ പോയിട്ട് വരിക. അവിടെ ഞാനൊരു കാലത്ത് ഒരു 5-6 മാസം പ്രവാസിയായിട്ട് ജീവിച്ചാണ്. അതുകൊണ്ട് അവിടുത്തെ ജീവിതം എന്താണെന്ന് ആരും പറയണ്ട, എനിക്ക് നേരിട്ടറിയാം. നമ്മുടെ സംസ്ഥാനത്തൊക്കെ പോയി ജോലി എടുക്കുന്നവരാരും സമ്പന്നന്മാരല്ല. പേരിൽ എണ്ണാവുന്നവർ മാത്രമേ സമ്പന്നരുള്ളൂ. ബാക്കിയെല്ലാം നല്ല അത്യധ്വാനം ചെയ്ത്, ബാക്കിയുള്ള അധ്വാനം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളുടെയൊക്കെ വരുമാനവും വരവും ചെലവായിട്ട് നോക്കിയാൽ ബാക്കിയൊന്നും കാണില്ല. അപ്പൊ ആ വരുമാനത്തിൽ നിന്നൊരു പങ്ക് മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെ. ഇവിടെ ചില ചാരിറ്റബിൾ പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്വാഗത പ്രാസംഗികൻ വളരെ വിശദമായിട്ട് പറഞ്ഞു. എനിക്ക് ആകർഷകമായിട്ടുള്ള ചില കാര്യങ്ങൾ തോന്നിയത്, ഒന്ന്, ഈ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുക. അത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സാധാരണ ഏത് ഗവൺമെന്റ് വരുമ്പോഴും വികസനത്തിനെ കുറിച്ച് പറയുന്നു. ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രക്രിയയാണ് വികസനം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഒരു ജനപ്രതിനിധി വന്നു 5 കൊല്ലം കഴിഞ്ഞു, അദ്ദേഹം കാലാവധി കഴിഞ്ഞ് പുതിയ ആളുകൾ വരുമ്പോൾ പുതിയ ആൾക്കാർ പറയും, എൻ്റെ മുൻഗാമി എല്ലാം ചെയ്തു, എനിക്ക് ഒന്നും ബാക്കിയില്ലാന്ന് പറയില്ലല്ലോ. ആദ്യം ചെല്ലു പറയും, ഇവിടെ റോഡ് വേണമെന്ന് പറയും. റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പറയാം വീതി കൂട്ടണം, പിന്നെ പറയും അടുത്ത പ്രദേശത്തുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ അവസാനിക്കാത്ത പ്രക്രിയയാണ് വികസനം എന്ന് പറയുന്നത്. അതുപോലെയാണ് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നാണ്. അതും അവസാനിക്കാത്ത പ്രക്രിയ. നമ്മുടെ തലസ്ഥാനത്ത് പോലും സ്വന്തമായി വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട്. വീടുള്ളവരുടെ തന്നെ സ്ഥിതി കാണും. എൻ്റെയൊക്കെ ഒരു പാർട്ടിയുടെ പല സഹപ്രവർത്തകരുടെയും വീടുകളിൽ വല്ല മരണത്തിനോ അല്ലെങ്കിൽ വല്ല വിശേഷം വല്ല വിവാഹത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്, ഇവരൊക്കെ ഈ പരിസ്ഥിതി നിന്നാണോ വരുന്നത്. കാരണം വളരെ വീടിന് പേര് മാത്രമുള്ള ഒരുപാട് ആൾക്കാർ, വെറും ഷീറ്റ് വെച്ച് കെട്ടി താമസിക്കുന്നവര്, ഒരു നല്ലൊരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത പല വീട്ടുകാരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു പ്രദേശത്ത് ഒരു വീടെങ്കിലും വെച്ച് നൽകാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ചാരിറ്റബിൾ വർക്കായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് സാമ്പത്തികമായി അസുഖം വന്നവരെ സഹായിക്കുക. കാരണം കേരളത്തിൽ നമ്മൾ ആരോഗ്യ രംഗത്തൊക്കെ മുൻപന്തിയിലാണെന്ന് പറഞ്ഞാലും മഹാഭൂരിപക്ഷം ആളുകളിലും ക്യാൻസർ രോഗം അല്ലെങ്കിൽ കിഡ്നി തകരാറ്, ഇതൊക്കെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ ഇവിടെ MLA ആയിട്ട് ആദ്യത്തെ 5 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് പത്രക്കാർ ചോദിച്ചു, MLA ആയിട്ട് 5 വർഷം പൂർത്തിയാക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഏറ്റവും സംതൃപ്തി നൽകിയ കാര്യം? ഇപ്പൊ ഞാൻ പറഞ്ഞു, പാവപ്പെട്ടവരെ സഹായിക്കാൻ ഏതാണ്ട് 3 കോടി രൂപയോളം നൽകാൻ കഴിഞ്ഞു. അതാണ് എനിക്ക് ഏറ്റവും ആത്മസംതൃപ്തി നൽകിയത്.
കാരണം മുഖ്യമന്ത്രിയുടെ ഫണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തല്ല, മുഖ്യമന്ത്രിയുടെ ഫണ്ട് കൊടുത്തു. അപ്പൊ അത്രയും അപ്പൊ എല്ലാവരും പത്രക്കാർ ചോദിച്ചു, നിങ്ങളെ സാധാരണ MLA-മാരൊക്കെ റോഡിന്റെയും പാലങ്ങളുടെയും കണക്കാണെന്ന് പറഞ്ഞാൽ അത് അതിന്റെ മുറക്കി നടന്നോളും. റോഡും പാലങ്ങളൊക്കെ അതിന്റെ വഴിക്കുണ്ടാവും. പക്ഷേ അസുഖമായിട്ടുള്ള ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തവണ ഈ 5 വർഷത്തെ MP എന്നുള്ള പ്രവർത്തനം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ദുഃഖം നൽകിയതും സഹായിക്കേണ്ടവരിൽ പകുതി പേരെ പോലും സഹായിക്കാൻ കഴിഞ്ഞില്ല. കാരണം രണ്ടും രണ്ട് നിയമം. കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി മറ്റേ മുഖ്യമന്ത്രിയുടെ ഫണ്ടാകുമ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തരും. അവരാതെ MLA-മാരാണ്, അവരാരും പറ്റിക്കുന്നവരല്ല. അതുകൊണ്ട് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ സാങ്ഷൻ തരും. പക്ഷെ ഡൽഹിയിലത്തെ അവസ്ഥ എന്താ പറയുക, പ്രധാനമന്ത്രിയുടെ ഫണ്ടിന്റെ അവിടെ ഒരു മാസം 3 പേർക്ക് മാത്രമേ കൊടുക്കൂ. ഒരു MP ശുപാർശ ചെയ്താൽ 3 പേർക്കേ കൊടുക്കൂ. എനിക്കാണെങ്കിൽ അന്ന് വടകരയിലൊക്കെ 10ഉം 12ഉം രോഗികളാണ് വരും. അതെല്ലാം ജെന്യൂൻ കേസാണ്. ക്യാൻസർ വന്നവര്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, 3 വയസ്സുള്ള കുട്ടികൾ. ഞാനെന്ത് ചെയ്യുന്നത്, ഞാൻ ഈ കിട്ടിയെന്ന് എൻ്റെ വകയിൽ ഞാൻ സെലക്ട് ചെയ്യും. കാരണം 10ഉം ജെന്യൂൻ കേസാണ്. ഇതിൽ ഞാൻ തന്നെ സെലക്ട് ചെയ്താൽ ദൈവകോപം എനിക്കുണ്ടാവും. ഞാനെന്ത് ചെയ്യും, ഞാൻ ഈ 10ഉം അയച്ചു കൊടുക്കേണ്ടിയിരിക്കും. അവരെന്ത് ചെയ്യും, നറുക്കെടുക്കും. ഈ 10ൽ നറുക്കെടുത്ത് 3 പേർക്ക് കിട്ടുന്ന ആരാണോ അവർക്ക് 1 ലക്ഷം 2 ലക്ഷം കൊടുക്കും. അല്ലാത്തവർക്ക് വട്ടം. ഇപ്പോഴൊക്കെ സാധാരണ ഈ കത്തുമായിട്ട് MP-നെ കാണാൻ വരുമ്പോൾ അവരുടെ മുഖത്ത് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. ഞാനിത് അറിയപ്പെടുന്ന ഒരാളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ പാർലമെന്റിൽ 543 MP-മാർ ഒരുപോലെയല്ലേ, എല്ലാവർക്കും ഒരേ റോളല്ലേ. ഇപ്പൊ ഞാൻ പറയുന്നത് അത് ഏറ്റവും വലിയ കാര്യമാണ്. ഈ സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സംഘടന നൽകുന്നു എന്നുള്ളതാണ് ഈ നന്മയെ മറ്റ് നന്മകളിൽ നിന്നും വേർതിരിക്കുന്നത് എന്ന് സന്തോഷത്തോടെ പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കും. പിന്നെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യം, നമുക്കൊരു പരീക്ഷ എഴുതുമ്പോൾ കുറെയൊക്കെ നമ്മുടെ ഭാഗ്യം ഒരു പ്രധാന ഘടകം തന്നെയാണ്. നമ്മൾ അതിന് ദുഃഖിച്ചിട്ട് കഴിയുന്നില്ല. അതായത് ഈ നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതിയായിരിക്കുക, പരീക്ഷയൊക്കെ എഴുതിയപ്പോൾ വാല്യുവേഷൻ നടക്കുക. അപ്പൊ ഈ പേപ്പർ വാല്യുവേഷന് വരുന്ന ടീച്ചർ ഒരു നല്ല മൂഡിലാന്ന് വിചാരിക്കുക. ചെറിയ 1-2 മിസ്റ്റേക്ക് ഉണ്ട്, പോട്ടെ കുട്ടിയല്ലേ, ഫുൾ മാർക്ക് കൊടുക്കും. ചിലപ്പോ വീട്ടില് തല്ലുകൂടിയിട്ടാണ് വരുന്നത്. ഒരു ടീച്ചർ ഭർത്താവുമായിട്ട് വഴക്കടിച്ചിട്ടാണ് വരുന്നത്. ഈ കുട്ടി ചിലപ്പോ ആ ദേഷ്യം ചിലപ്പോ ഇതിനോട് കാണിച്ചു തരും. പിന്നെ നിങ്ങൾക്ക് റീവാലുവേഷൻ നടത്തിയ മാർക്ക് കിട്ടുക. പക്ഷെ തൽക്കാലം ഒരു പ്രയാസത്തിന് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ജീവിതത്തിൽ പതിവാണ്. അതായത് നമ്മൾ ഉദ്ദേശിച്ച സബ്ജക്റ്റ് കിട്ടണമെന്നില്ല, കിട്ടിയ സബ്ജക്റ്റിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് ലഭിക്കണം എന്നില്ല. ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അതിനെ നിരാശപ്പെട്ട് മാറി നിന്നിട്ട് കാര്യമില്ല. അതിന് ഈ ആത്മഹത്യ എന്ന് പറയുന്നതൊക്കെ അത് ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് ആത്മഹത്യ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു പരീക്ഷയിൽ ഉദ്ദേശ മാർക്ക് കിട്ടാത്തതിന് ഉപേക്ഷിക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം? ഇതിപ്പോ എല്ലാവർക്കും ഇത് ബാധകമല്ലേ. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ 5 വർഷമെങ്കിലും കാത്തിരിക്കണം. നിങ്ങൾക്ക് അതും വേണ്ട. 1 വർഷം എന്തെങ്കിലും മാർക്ക് പറഞ്ഞാൽ അത് വീണ്ടും എഴുതിയെടുത്തുകൂടെ? എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു, ശരിക്കും പറഞ്ഞാൽ വടകരയിൽ നിന്നാൽ വീണ്ടും MP ആയിട്ട് വരുന്നത്. ഇന്നിവിടെ വന്നപ്പോൾ XMP എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? സ്ഥലം മാറി നിൽക്കാൻ പറഞ്ഞു, മാറി ഇന്ന സ്ഥലം പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് കളയാൻ പറ്റുമോ ജീവിതം? ഇനി എത്ര കാലം കിടക്കുന്നു? ദൈവം അനുഗ്രഹിച്ചിട്ട് ആയുസ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിട്ടയർമെന്റ് ഇല്ലാത്തവരാണോ രാഷ്ട്രീയക്കാർ? ഞങ്ങൾക്ക് എഴുന്നേറ്റ് കിടക്കാൻ വയ്യാത്തടത്തോളം മത്സരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു 10 മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ 5 മാർക്ക് കുറഞ്ഞു എന്നുള്ളതിന് ഉപേക്ഷിക്കാനുള്ള എല്ലാ ജീവിതം ഒരു ഫൈറ്റിംഗ് മുഴുവൻ. എങ്കിൽ ഞാൻ ഇത്തവണത്തെ ക്ഷീണം അടുത്ത വർഷം തീർക്കും, അടുത്ത വർഷം ഈ ക്ഷീണം ഞാൻ പരിഹരിക്കും എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് മുന്നോട്ട് പോയാൽ ഒറ്റ കാര്യം മാത്രമേ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടൂ, ആയുസ്സും ആരോഗ്യം ഉണ്ടാവുക. അല്ലാതെ ഞാനൊന്ന് എന്ന് വരെ എൻ്റെ ജീവിതത്തിൽ MP ആവണമെന്നോ മന്ത്രി ആവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. ആയുസ്സും ആരോഗ്യവും, വെറും ആയുസ് മാത്രം പോരാ. ഈ പയ്യാണ്ട് കടന്നിട്ട് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാവുക, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുക. ഇത്രയും നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇതല്ലാത്ത ഒന്നും ദൈവത്തിനോട് പറയാൻ പാടില്ല. അതൊക്കെ ദൈവം നിശ്ചയിച്ചു തരുന്ന ബാക്കി കാര്യങ്ങളൊക്കെ. ആയുസ്സും ആരോഗ്യം, കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ
അതാണ് ഏറ്റവും വലിയ സമാധാനം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഭാവി എൻ്റെ മുമ്പുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവട്ടെ, നിങ്ങളൊക്കെ പഠിച്ച് നല്ല നിലയിൽ എത്തട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നന്മ കരിച്ചാറ എന്ന സംഘടന ഇനിയും ഒരുപാട് പേർക്ക് നന്മ നൽകി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വാർഷിക ആഘോഷ പരിപാടികൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഈ സദസ്സ് വ്യക്തമാക്കിയ ബഹുമാനപ്പെട്ട KM അവർക്ക് നന്ദി അറിയിക്കുന്നു. ഏറ്റവും പ്രിയമുള്ള യോഗാധ്യക്ഷൻ മുരളീധരൻ സാർ, വേദിയിലെ മറ്റ് സഹോദരന്മാരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ സദസ്സിൽ ഇരുന്നത്. കാരണം 2-3 കാര്യം കൊണ്ടാണ്. ഒന്ന് ചുരുക്കി മാത്രം പറഞ്ഞുകൊണ്ട്, അതായത് ഒന്ന്, നമ്മുടെ നാട്ടിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള നാട്ടുകൂട്ടങ്ങൾ. നമ്മൾ വികസനത്തിന്റെ ഒരു പല രീതിയിലുള്ള പ്രയാണങ്ങൾ നടത്തുമ്പോൾ ഇത്തരത്തിൽ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു പറ്റം ആളുകൾ കൂടിച്ചേരുകയും അവരിന് വേണ്ടി കുറെ സമയവും സമ്പത്തും വിനിയോഗിക്കുക എന്ന് കാണുന്നത് തന്നെ ഇന്ന് കേരളത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര പ്രശംസിച്ചാലും മതിയാവാത്ത ഒരു പ്രവർത്തനമാണ് നന്മ ഈ സംഘടന ഇവിടെ ചെയ്യുന്നത്. എല്ലാ അഭിനന്ദനങ്ങളും. അത് ഞാൻ ഈ പറയുന്നത് ഒരു ആലങ്കാരികമായിട്ട് മാത്രമല്ല. അതായത് കേരളത്തിന്റെ അടുത്തൊരു 25 വർഷത്തെ ചരിത്രം, അല്ലെങ്കിൽ എങ്ങനെയാണ് കേരളം രൂപപ്പെടാൻ പോകുന്നത് എന്നുള്ള ചില സൂചനകളൊക്കെ നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റുന്നുണ്ട്. 1-2 കണക്കുകൾ മാത്രം പറയാം. 1-2 കണക്കുകൾ പറയുന്നത് കേരളത്തില് ഒരു 2050 കേരളം എങ്ങനെയാവുന്നതാണ്. ഒരു കണക്ക് പറയുന്നത് 2050 കേരളത്തിലെ ഏതാണ്ട് 70% ആളുകൾ 60 വയസ്സിന് മേലെയുള്ള ആളുകളാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ നിന്ന് 2.5 ലക്ഷം കുട്ടികളാണ് പഠിക്കാനായിട്ട് വിദേശത്ത് പോയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൾഫിൽ പോയാൽ തിരിച്ചു വരും, പക്ഷെ മിക്കവാറും പോകുന്നത് മറ്റു രാഷ്ട്രങ്ങളിലേക്കാണ്. തിരിച്ചു വരാത്ത ഒരു സാഹചര്യം. പല 60 വയസ്സിൽ കൂടുതലുള്ള വൃദ്ധജനങ്ങൾ കൂടുതൽ ജീവിക്കുന്ന, താരതമ്യേന ജനസംഖ്യ കുറച്ച് കുറയാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പക്ഷെ നമുക്കൊരു വയോജനങ്ങള്, ഇത്തരം ആലംബിഹീനരായിട്ടുള്ള ആളുകൾ, അവർക്കെല്ലാം ഒരു കരുതലും കൈത്താങ്ങും ആയി നിൽക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാലമാണ് ഇനി വരുന്നൊരു കാലം. അങ്ങനെ ഒരു വരുന്നൊരു കാലഘട്ടത്തിൽ അല്ലേ നമ്മുടെ ജീവിതത്തിന്റെ, സമൂഹത്തിന്റെ പല തട്ടിൽ നിന്നും ഊർന്ന് താഴേക്ക് വീഴുന്ന ഒട്ടനവധി ആളുകളുണ്ടാവും. അവരെ ചേർത്ത് പിടിക്കാനായിട്ട് കക്ഷി രാഷ്ട്രീയ മതജാതി പരിഗണനകൾക്ക് അപ്പുറമുള്ള ഇത്തരം സംഘടനകളുടെ പ്രസക്തി ഏറ്റവും അധികം വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഒരു സ്വപ്നം പോലെ എന്റെ മനസ്സിൽ തോന്നുന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും, എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അവരിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു ആലംബഹീനു വേണ്ടി ഉണ്ടായി വരുന്ന ഒരു കാലത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എല്ലാ നന്മയും ചേർന്നുകൊണ്ട്, ഇത് ഇതുവരെ ചെയ്തത് മാത്രമല്ല, ഇത് തുടരട്ടെ, ഇത് പടർന്നു പന്തലിച്ച് ഈ കരുതൽ വീണ്ടും ഒരു മഹാവൃക്ഷമായി മാത്രം മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. സ്വാഗത പ്രസംഗത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പാതേയം എന്ന ഒരു പദ്ധതി 20ഓളം പേർക്ക് ദിവസം ഉച്ച സമയത്ത് ഭക്ഷണം പാകം ചെയ്ത് എല്ലാവർക്കും ആരോടും ചോദിക്കാതെ വന്നെടുത്ത് കഴിക്കുന്ന തരത്തിൽ മംഗലാപുരത്ത് കഴിഞ്ഞ 2 വർഷമായി ഭംഗിയായി നടന്നു വരികയാണ്.
അത് ഉണ്ടാക്കി നൽകുന്നത് നമ്മുടെ രാധ ചേച്ചിയാണ്. ചേച്ചി വാ സ്റ്റേജിലേക്ക്. രാധ ചേച്ചിയെ അതിനൊരു ആദരവ് കൊടുക്കണം. കാരണം പൈസ ഗവൺമെന്റ് കൂട്ടിയിട്ട് പോലും നന്മ അത് ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി നമ്മളോട് പറഞ്ഞത് എനിക്ക് നിങ്ങൾ പൈസ കൂട്ടി തരണ്ട, ആ പൈസക്ക് തന്നെ ഞാൻ ചെയ്യാന്നാണ്. അപ്പൊ രാധ ചേച്ചിക്ക് നന്മ കരിച്ചാറയുടെ സ്നേഹാദരവ് നമ്മുടെ ബഹുമാന്യനായ ജി പ്രമോദ് കൃഷ്ണ അവറുകൾ നൽകുകയാണ്. അതിനെ ഒരു പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രൂപ്പിന്റെ നെടുംതൂണായ അയ്യൂബിന്റെ ഭാര്യ ഷൈബയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അതോടെ വിശിഷ്ടാതിഥിയായി എത്തിയ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ശ്രീ IFS പ്രമോദ് ജി കൃഷ്ണ അവർ, ഇന്നത്തെ നമ്മുടെ നന്മയ്ക്കൊരു നല്ലൊരു സമവാക്യം പോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള പക്വമായ കാര്യങ്ങൾ അറിയിച്ച ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജ് ഷംനാദ് അവറുകൾ, നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ സ്വരാജ് അവറുകൾ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നന്മയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണിയാപുരം എന്ന പ്രദേശത്തിന്റെ ഉൾക്കൊള്ളുന്ന കരിച്ചാറ എന്ന സ്ഥലത്തു നിന്ന് ആവിർഭവിച്ച ഈ സംരംഭം അനേക ലക്ഷം ആളുകൾക്ക് അല്ലെങ്കിൽ സഹജീവികൾക്ക് ഉടമേകുന്ന ഇത്തരം നിർലോഭമായ സഹകരണങ്ങൾ നന്മയുടെ മുതൽക്കൂട്ടായി ആ നന്മയ്ക്ക് തന്നെ ഉള്ളതാണ്. ഈ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച നന്മയുടെ ടീം എല്ലാവർക്കും നന്മ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ കണിയാപുരം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചെയർമാൻ എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചതിലും ഈ അവസരത്തിൽ എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ അനുവദിച്ച അതിൻ്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നിറഞ്ഞ ആശംസകളും ഒപ്പം നന്മ കരിച്ചാറയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഉപസംഹരിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഞാനിനി എല്ലാവരുടെയും പേര് ആവർത്തിക്കണമെന്നില്ല. ഈ വേദിയിലിരിക്കുന്ന ഏറ്റവും ആദരണീയരായ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട നന്മ നിറഞ്ഞ മനസ്സുള്ള വ്യക്തിത്വം, വളരെ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ വർഷവും റഷീദ് സാറ് ഇതുപോലുള്ളൊരു പരിപാടിയിൽ നമ്മളെയൊക്കെ സംബന്ധിപ്പിച്ചാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും പരസ്പരം അറിയുന്നവരാണ്. തോട്ടുകര വീട്ടിലൊക്കെ പോയി ഞാൻ ആഹാരം കഴിച്ചു. അങ്ങനെയൊക്കെ ഉള്ളൊരു സൗഹൃദം ഉള്ള ഒരു സ്ഥലം എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എനിക്കും നമ്മുടെ കുന്നത്ത് ജയപ്രകാശും ഒക്കെ ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു 2 വർഷത്തെ ആയുസ് കൂടി ഇവിടെ വന്നപ്പോൾ. കാരണം എല്ലാവരെയും നന്മ നിറഞ്ഞ ആ മനസ്സുള്ളവരെയാണ് ഞങ്ങൾ ഈ വേദിയിലും സദസ്സിലും കണ്ടത്. ആ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നന്മ എന്ന വാക്ക് അത് ഉച്ചരിക്കുമ്പോൾ മാത്രമല്ല, മനസ്സിൽ പ്രതിഷ്ഠിക്കേണ്ട, നമ്മുടെ പ്രായോഗികതയിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വൈകാരികമായി തന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ബഹുമാന്യായ ജഡ്ജി ഞങ്ങളെ വേദിയിൽ സംബന്ധിച്ചപ്പോൾ അദ്ദേഹം വളരെ പ്രൗഢമായ ചില കാര്യങ്ങൾ കഴിഞ്ഞൊരു വേദിയിൽ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. അതുപോലെ ബഹുമാന്യായ അധ്യക്ഷന്റെ പ്രസംഗവും ഒക്കെ നമുക്കൊരു കാര്യം വ്യക്തമാണ്. എന്തിനാണ് നന്മ നിലനിർത്തുന്നത്? മനസ്സിലും പ്രവൃത്തിയിലും. നന്മയുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനുണ്ടാവൂ. അല്ലെങ്കിൽ തിരിച്ചു പറയും, മനുഷ്യനുണ്ടെങ്കിൽ നന്മയും ഉണ്ടാകണം. ഞാനിവിടെ അച്ഛനൊരു കട്ടിൽ എന്നുള്ള ഒരു കവിതയാണ് ചൊല്ലുന്നത്. ബഹുമാന്യനായ ജഡ്ജി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഞാൻ 1-2 MP-മാരും MLA-മാരും മേയറും ഇരുന്ന സദസ്സിൽ പറഞ്ഞു,
നമുക്കിവിടെ അമ്മത്തൊട്ടിലുണ്ട്, പക്ഷെ അച്ഛനൊരു കട്ടിലില്ല. തെരുവിലും ചന്തയുടെ പരിസരത്ത് അമ്പലങ്ങളുടെയും പള്ളികളുടെയും പരിസരത്ത് അച്ഛനെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന മക്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു. അച്ഛനൊരു കട്ടിൽ. അച്ഛനർക്കൻ മാനസദീപം, അമ്മയൻ ജീവന്റെ താളം. അച്ഛനർക്കൻ മാനസദീപം, അമ്മയൻ ജീവന്റെ താളം. ഭ്രാതാക്കളല്ലോ എൻ ഭാഗ്യനക്ഷത്രങ്ങൾ, മത്സുതരാശ്രയ സൗഖ്യം. ഭ്രാതാക്കളല്ലോ എൻ ഭാഗ്യനക്ഷത്രങ്ങൾ, മത്സുതരാശ്രയ സൗഖ്യം. അച്ഛനർക്കൻ മാനസദീപം, അമ്മയൻ ജീവന്റെ താളം. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എം സിറാജുദ്ദീൻ, ചെയർമാൻ നന്മ അഡ്വൈസറി ബോർഡ്, ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ മുൻ ലോക്സഭാ അംഗം ശ്രീ കെ മുരളീധരൻ, ശ്രീ എ കെ ഷാജി, എൻ്റെ പ്രധാനപ്പെട്ട സുഹൃത്ത്, ആമുഖ പ്രസംഗം നടത്തിയ ശ്രീ എ ഫൈസൽ, പ്രസിഡന്റ് നന്മ കരിച്ചാറ, ഇതിന് റിപ്പോർട്ട് അവതരണം നടത്തിയ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇവിടെ മാത്രമല്ല നമ്മുടെ ജില്ലയിലും വിവിധ തലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ശ്രീ എം റസീഫ്. നന്മ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പരിചയമില്ലാത്ത വാക്കല്ല. എപ്പോഴും നമ്മുടെ വാക്കുകളും നല്ല കാര്യങ്ങളും കടന്നു പോകുന്നത് ഈ വാക്കുകളിലൂടെയാണ്. ഈ ലോകത്ത് മനുഷ്യരെല്ലാം ജീവിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്. സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും എല്ലാവരുടെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതിനാണ് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും മനുഷ്യന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലുള്ള സമാധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനം നാം കാണുന്നത് നമ്മുടെ കുടുംബ ജീവിതമാണ്. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ്, ഏറ്റവും ചെറിയ ഭരണകൂടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി ഓരോ വ്യക്തികളുമുണ്ട്. അതിൽ അച്ഛനും അമ്മയും അതിനകത്തുള്ള ഭരണീയരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള അനേകം രീതിയിലുള്ള ചെറിയ ചെറിയ ഭരണകൂടങ്ങൾ, ചെറിയ ചെറിയ യൂണിറ്റായ കുടുംബങ്ങൾ ഏറ്റവും നന്നായി വരുമ്പോഴാണ് ഒരു രാജ്യം ഏറ്റവും നല്ല രാജ്യമെന്ന് നമുക്ക് പറയാൻ കഴിയും. ആ രാഷ്ട്രത്തിലുള്ള ജനങ്ങളെല്ലാം ഈ രാജ്യത്തിന് വേണ്ടി നന്മ മാത്രം പ്രവർത്തിക്കുന്നവരാണ്. നമുക്ക് വേണ്ടി ഒരു ഭരണക്രമമുണ്ട്. നമ്മുടെ ഈ രാജ്യത്ത് ഏറ്റവും വലിയ ബേസിക് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയിൽ ഓരോ മനുഷ്യൻ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അത് എങ്ങനെ ഒരു മനുഷ്യൻ പെരുമാറണം എന്നതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എങ്ങനെ പെരുമാറണം, ആരോട്, അതിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരെയും ഒറ്റ വ്യക്തിയായി എടുക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഏത് രീതിയിലുള്ള ശുദ്ധിയാണ് പുലർത്തേണ്ടത്. എല്ലാ മനുഷ്യരും, നമുക്ക് മുന്നേ ഒരുപാട് ആൾക്കാർ ഈ ഭൂമുഖത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. ഒരു 100 വർഷം മുന്നേ ചിന്തിച്ചാലും അതുപോലെ തന്നെ ഇനി ഒരു 100 വർഷം പിന്നോട്ട് ചിന്തിച്ചിരുന്നാലും നമുക്കറിയാൻ പറ്റുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് വളരെ കുറച്ചു കാലം മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ എന്നുള്ളത്. ഞാൻ എവിടെ സംസാരിച്ചാലും എനിക്കിത് മാത്രമാണ് പറയാനുള്ളത്, ഇതിന്റെ വിവിധ ഘട്ടങ്ങൾ മാത്രം. കാരണം നമ്മൾ പലപ്പോഴും മറക്കാൻ പോകുന്ന, മനഃപൂർവ്വം മറക്കാവുന്ന ഒരു സംഭവമാണ് ഈ ഭൂമുഖത്ത് നിന്ന് ഇതൊക്കെ നശിപ്പിക്കപ്പെടും, നമ്മളൊക്കെ നാമാവശേഷമായി തീരുമെന്നുള്ളത്. അത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, മനഃപൂർവ്വം മറക്കുകയാണ് അത്തരം കാര്യങ്ങളെല്ലാം. എന്നാൽ ഏറ്റവും വലിയ സത്യം അതാണ്. അപ്പൊ നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഭൂമിയിൽ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. എവർക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു അങ്ങ് തീർത്താൽ മതി. അത് ചിലർ വിവിധ രീതിയിലുള്ള പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നു. ഡോക്ടറും എഞ്ചിനീയറും IPS-ഉം ജഡ്ജും IAS ഓഫീസറും അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മൾ വിവിധ പൊസിഷൻസ് ഉണ്ട്. അപ്പോഴും
നമ്മൾ എന്താണ് യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്? ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഈ ഭൂമുഖത്ത്. അതെന്താണ്? അത് അൾട്ടിമേറ്റായി എത്ര പേര് അറിഞ്ഞിട്ടുണ്ട്? നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, എൻ്റെ മക്കൾ, അവരിൽ മാത്രം ഒതുങ്ങുന്ന എൻ്റെ ജീവിതം, അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അത് കഴിഞ്ഞ് ഒരു ജീവിതം എനിക്കില്ല, എൻ്റെ ഈ ഭൂമുഖത്തും ഈ കുടുംബമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമാണോ? അങ്ങനെ മാത്രമാണെങ്കിൽ അത് മതിയായിരുന്നല്ലോ. അങ്ങനെ കുടുംബത്തെ മാത്രം നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അത് ഏത് നല്ല പുസ്തകം വായിച്ചാലും അതില് ചിലപ്പോ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ ആശയമായിരിക്കും കിട്ടുക. അത് നമ്മുടെ ഭരണഘടനയായിരുന്നാലും അങ്ങനെ തന്നെ. നമ്മോട് ഓരോ കാര്യങ്ങൾ നമ്മളോട് മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോഴും അതിന് വിപരീതമായ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്താണ്? അതാണ് നന്മ എന്ന് പറയുന്നത്. നമുക്ക് സത്യസന്ധരായി ജീവിക്കാൻ പറ്റുമോ? ഈ ലോകത്ത് സത്യസന്ധമായി മാത്രം ജീവിക്കാൻ കഴിയുന്നവരാണ് ഏറ്റവും നല്ല മനുഷ്യർ. ഉപദേശം വളരെ പാടാണ്. ഉപദേശം അതനുസരിക്കാനും വളരെ പാടാണ്. പലപ്പോഴും ഞാനും ചെയ്യുന്നത്, എന്നെ ഒരാൾ ഉപദേശിക്കാൻ വന്നാൽ എന്താ ചെയ്യുക? നീ ആദ്യം നന്നായിട്ട് വരുമെന്നാണ് പറയുന്നത്. അതോടുകൂടി ആ ഉപദേശത്തിന്റെ വാതിൽ അടയ്ക്കുകയാണ് ചെയ്യുക പലപ്പോഴും. എന്നിട്ടും എന്നിലുള്ള പ്രശ്നം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ ഞാനൊന്നും പറയുന്നില്ല. കാര്യം ഈ ഒരു കൂടിയ സമയത്ത്, അഥവാ കുറച്ച് സമയം കൂടി പോയി എന്നുള്ളതാണ്. താമസിച്ചാണ് ഞാൻ വന്നത്. അതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തനങ്ങളിൽ ആണ് നിൽക്കുന്നത്. ഇതിന്റെ സംഘാടകരെല്ലാം തന്നെ ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യുന്നവരും മറ്റുള്ള ജനങ്ങളെ നമുക്ക് വേണ്ടി സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാളുടെ സന്തോഷം കണ്ട് മറ്റൊരാൾ സന്തോഷിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ വലിയ കാര്യമില്ല. മറ്റൊരാൾ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നത് കണ്ട്, വിഷമിക്കുന്നത് കണ്ട് നമ്മൾ ആരെങ്കിലും സന്തോഷിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നന്മയിലും യഥാർത്ഥത്തിൽ സന്തോഷത്തിലും വരില്ല. അപ്പോ മറ്റ് ജീവികൾ, അത് മനുഷ്യരായിക്കൊള്ളട്ടെ, സഹജീവികളായിക്കൊള്ളട്ടെ, ജന്തുക്കൾ, എല്ലാം എന്തുമായിക്കട്ടെ, അതിനെയൊക്കെ സ്നേഹിക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ് ഒരു ഐഡിയൽ സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും നമ്മുടെ ഈ ഭൂമിയിൽ നടക്കാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മളെല്ലാം പൊതുവെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന്. നിങ്ങൾ ഒരിക്കലും കരുതരുത്. നടക്കാൻ കഴിയാത്ത ഒരു കാര്യവും ഈ ഭൂമിയിലില്ല. എനിക്ക് എല്ലായ്പ്പോഴും പറയാനുള്ള ഒറ്റ കാര്യം, ഈ ഭൂമുഖത്ത് നടക്കില്ല എന്ന് കരുതുന്ന ഒരു കാര്യവുമില്ല. കാരണം നിങ്ങൾക്ക് കൊറോണയുടെ കാര്യം അറിയാം. അതുപോലെ തന്നെ പലതരത്തിലും നമ്മുടെ സ്പേസിലേക്ക് ആളുകൾ പോയത്, ചന്ദ്രനിലേക്ക് ആളുകൾ പോയത് അതിനു മുമ്പ് സ്വപ്നത്തിൽ മാത്രം വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ്. മറിച്ച് ഇന്ന് അതെല്ലാം യാഥാർത്ഥ്യമായിരിക്കും. അതുപോലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് അവരുടെ വീടുകളിൽ പൂട്ടിയിട്ട്, അവരുടെ വീടുകൾ സ്വയം കുറ്റിയിട്ട് അതിനകത്ത് നമ്മുടെ റോഡുകളെല്ലാം വിജനമായി കിടന്ന ഒരു കാലമുണ്ട്. അത് നമ്മുടെ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്ന കാര്യമല്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് നമ്മളത് വിറ്റ്നസ്സായി, അതിനൊക്കെ നമ്മൾ സാക്ഷികളായി. കാരണം നമ്മൾ ഇന്ന് നടക്കില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും നാളുകളിൽ നടക്കും. അത് നമ്മുടെ സ്വപ്നത്തിൽ, നിങ്ങൾ ഒരിക്കൽ കൂടെ ചിന്തിക്കുക. നമ്മൾ ഓരോ കാലഘട്ടവും ജീവിച്ചു, നമ്മളെല്ലാം പഠിതാക്കൾ എന്നാണ് പറയുന്നത്. 50 വയസ്സായാലും 60 ആയാലും 70 ആയാലും 90 ആയാലും പഠിതാക്കളാണ്. 60ന്റെ മധ്യത്തിലും 70ന്റെ മധ്യത്തിലും നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മളെന്തോ ഇന്നലെ വരെ അറിഞ്ഞുകൂടാത്ത ഒരു അറിവ് ഇന്ന് എനിക്ക് കിട്ടി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. ഇന്നലെ വരെ ഇതെനിക്ക് അറിയില്ലായിരുന്നല്ലോ, ഇന്നിങ്ങനെ അറിഞ്ഞു. ഞാൻ ഈ 70 വർഷം ജീവിച്ചിട്ടും ഈ അറിവ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. മീൻസ് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ പോലും നടക്കാത്തത്, സാധ്യതയില്ലാത്തത് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. കാരണം നമുക്ക് യുക്തി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകളിലേക്കാണ് നമുക്ക് വിശ്വാസപരമായി നല്ല രീതിയിലും ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ടത്. അതായത് സത്യത്തിലൂന്നി മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, ജയ്. നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. ഡോക്ടർ ജവഹർ മുനവർ, അദ്ദേഹം കോഴിക്കോട് നിന്നും വന്ന് നിങ്ങളെ കാണുവാനും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനും വേണ്ടി ഇരിക്കുകയാണ്.
നമ്മൾ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ് വെക്കുമെന്നാണ് പറഞ്ഞത്. ഒരുപാട് താമസിച്ചു, ക്ഷമിക്കുക. അതിനു മുമ്പ് 2 അവാർഡ് കൂടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ സ്റ്റീഫൻ ആത്മാർത്ഥതയും കർത്തവ്യബോധവുമായി കണിയാപുരത്ത് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റീഫന് കരിച്ചാറ നന്മ നൽകുന്ന സ്നേഹാദരവ് അവാർഡ് നൽകുന്നത് നമ്മുടെ പ്രിയങ്കരനായ ജഡ്ജ്. ബഹുമാനിയരെ, ഈ സദസ്സിലായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെ, അതുപോലെ ഈ സദസ്സിലായിരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് എന്ന് തന്നെ പറയാം. വളരെ സന്തോഷപ്രദമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ച എനിക്ക് ആ നന്മ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടപ്പോൾ തന്നെ വലിയ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം. ഇനിയും മേൽക്കുമേൽ നിങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഈ ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. കാര്യം ആരും തന്നെ വാഹനം തടഞ്ഞു നിർത്താൻ ഞാൻ പോലും റോഡിൽ പോകുമ്പോൾ ആഗ്രഹിക്കാത്തതാണ്. അപ്പൊ അതില് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു സന്തോഷമാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളങ്ങനെ ഇത്രയും സ്നേഹിക്കുന്നു എന്ന് അറിയുമ്പോൾ വളരെ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു. ഞാൻ എല്ലാം നേരിട്ട് കവിതയിലേക്ക്. വിദ്യാഭ്യാസത്തിൽ പ്രാഥമിക പടിവാതിൽ തുറന്ന തുരുത്തിക്കരെ, വട്ടയില കൂട്ടിവച്ചതിൽ കൂമ്പാരവട്ടം വിളമ്പിയൊരുപ്പുമാവ്, അത്രമേലിഷ്ടമാണെന്നും എനിക്ക് അക്ഷരക്കൂട്ടു പകർന്ന വിദ്യാലയം, അത്രമേലിഷ്ടമാണെന്നും എനിക്ക് അക്ഷരക്കൂട്ടു പകർന്ന വിദ്യാലയം, അറിവിന്റെ വാതായനങ്ങളിൽ കൈപിടിച്ചാനയിച്ചുപ്പുമാവുട്ടിയോരും പച്ചവയറുമായി കാത്തിരുന്നു ഞങ്ങൾ ഒച്ചയില്ലാതെ മണം പിടിച്ച്, ഉച്ചവെയിലിൽ നിരന്നിരുന്നു ഒട്ടുമുച്ച നീചത്വങ്ങളെശിടാതെ, വരി വരിയായി ചേർന്നുരുമ്മിയിരിക്കുമ്പോൾ അരികത്തിരിക്കുന്ന കൂട്ടരാർക്കേലും, വരി വരിയായി ചേർന്നുരുമ്മിയിരിക്കുമ്പോൾ അരികത്തിരിക്കുന്ന കൂട്ടരാർക്കേലും, ഒരില വേണ്ടി വന്നാൽ അവർക്കു നൽകിയിടുവാൻ പരിഭവമാരുമേ കാട്ടിയിട്ടില്ല, ഒരില വേണ്ടി വന്നാൽ അവർക്കു നൽകിയിടുവാൻ പരിഭവമാരുമേ കാട്ടിയിട്ടില്ല. 10 മണിക്കുള്ള പ്രാർത്ഥന കേൾക്കുവാൻ പള്ളിക്കൂടം മുഴുവനായി, പട്ടാളച്ചിട്ടയിൽ മുറ്റത്തു നിരയായി പഞ്ചഭുജങ്ങൾ ഒതുക്കി നിൽക്കും, വെയിലേറ്റുവാടിയെന്നാരും വീഴില്ല, വെറും വയറായിട്ടു നിന്നിടിലും, വെളിയിലും തൊടിയിലും വീശുമാത്തി കാറ്റിൽ വെട്ടിപ്പിടിച്ചതാടി കരുത്ത്, 4 മണിക്കൂട്ട ബെല്ലു കേട്ടാലുടൻ 4ാം ക്ലാസിന്റെ മുന്നിലായി 4 പേർ നിന്ന് ജനഗണമന പാടി 4 ദിക്കിലേക്കു യാത്രയാകും. ആരും വിളിക്കാൻ വരാറില്ല, ഞങ്ങളാവോളം ഒന്നിച്ചു ജാഥയാകും. അടിയും പാടിയും അടിപിടി കൂടിയും ആകെ വിയർത്തങ്ങു വീട്ടിലെത്തും. തുള്ളിക്കൊരു കുടം പേമാരി പെയ്യുമ്പോൾ ഉള്ളിൽ 1000 കനലെരിയും. ചുള്ളിക്കാട്ടിലൂടൊരു ചേമ്പിലെ കൂട്ടിൽ അള്ളിപ്പിടിച്ചു ഞാൻ വന്നതോർക്കും. കാറും കോളും തകർത്തിടി വെട്ടുമ്പോൾ കാണുന്ന പീഡിക തിണ്ണയിൽ കേറും. കാലുകൾ ഭൂമിയിൽ നിന്നുയർത്തി കണ്ട മുളങ്കമ്പിൽ തൂങ്ങി നിൽക്കും. ഒരു അനുബന്ധം കൂടി പറയേണ്ടതുണ്ട്. 4ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് UP സ്കൂളിൽ ചെന്ന് 7ാം ക്ലാസ്സിൽ വരെ എത്തുമ്പോൾ 7ാം ക്ലാസ്സിലെ അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിച്ചു, മഴ പെയ്യുമ്പോൾ ഇടിവെട്ടും. ഇടി ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ മിന്നൽ ആക്രമണം ഉണ്ടാകും. ശബ്ദം നമ്മൾ പിന്നീടാണ് കേൾക്കുന്നത്. മിന്നൽ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ തറയിൽ
ചെരുപ്പില്ലാതെ നിൽക്കരുത്, അല്ലെങ്കിൽ തറയിൽ തൊടാതെ നിൽക്കരുത്. ഒന്നുകിൽ ചെരുപ്പ് ധരിക്കണം, അല്ലെങ്കിൽ തറയിൽ തൊടാതെ നിൽക്കണം. ഒരു ദിവസം സ്കൂൾ വിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരൻ മാനുവലും കൂടി വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ട ഒരു കടയുടെ സൈഡിലേക്ക് കയറി നിന്നു. കടയിൽ കച്ചവടമൊന്നുമില്ല, ഓലക്കെട്ടിടമാണ്. അതിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ മനുവേലനോട് പറഞ്ഞു, ഇടി വെട്ടുന്നുണ്ടല്ലോ. അപ്പോൾ സാറ് പറഞ്ഞത് ഓർമ്മയില്ലേ, ഇടി വെട്ടുമ്പോൾ മിന്നലുണ്ട്, അപ്പോൾ തറയിൽ തൊട്ട് നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ ചെരുപ്പ് വേണം. നമ്മുടെ കാലിൽ ഇപ്പം ചെരുപ്പുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്നൊരു സൂത്രം കണ്ടുപിടിച്ചു. ആ കടയുടെ മുകൾ ഭാഗത്ത് അതിൻ്റെ മേൽക്കൂരയിൽ ഉണ്ടായിരുന്ന ഒരു മുളങ്കമ്പിൽ പിടിച്ച് 1.5 മണിക്കൂർ തൂങ്ങിക്കിടന്നു. അപ്പൊ കാല് തറയെ തൊട്ടിട്ടുമില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ കുടയുമായിട്ട് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അവാർഡ് വാങ്ങിയ പ്രഗത്ഭരായ അധ്യാപകർ, മറ്റുള്ളവർ, പ്രിയമുള്ള സുഹൃത്തുക്കൾ, ആദ്യമായി നമുക്ക് നന്മ കരിച്ചാറ എന്ന് പറയുന്ന ഈ സംഘത്തിന് നമുക്കൊരു നല്ല കയ്യടി കൊടുക്കാം. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഒന്ന് കയ്യടിക്കുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കുറെ നേരം ഇനി ഇരിക്കുന്നു. ഇത് നല്ലൊരു കയ്യടി സമ്മാനിക്കുക. നമ്മൾ നന്മക്ക് കൊടുക്കുന്ന അവാർഡാണ്. 1 കോടി രൂപ ഒരു വർഷം പാവങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു സംഘത്തോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ ഒരു ആദരവാണ് ഇപ്പൊ നിങ്ങൾ കൊടുത്തത്. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടെ ഈ വൈകിയ വേളയിൽ വല്ലാതെ നീട്ടിപ്പരത്തി പറയാതെ ചുരുക്കി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ സ്കൂളുകളിൽ ആരാലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഭാഗമുണ്ട്. സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി തയ്യാറാക്കുന്ന അമ്മമാർ. പലപ്പോഴും സ്കൂളിൽ വരുന്നവർ പോലും എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ പോലും ഇവിടെ ആരാണ് അത് ഉണ്ടാക്കുന്നത് പോലും ചോദിക്കാറില്ല. ഇത്തവണ നമ്മുടെ കരിച്ചാറ നന്മയുടെ സെക്രട്ടറി റസീഫ് സാഹിബ് അദ്ദേഹം പറഞ്ഞത് ഈ വിഭാഗത്തെ കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. ആ സമയം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 സ്കൂളുകളിലെ അല്ലെ 3 സ്കൂളുകളുടെ പാചകം ചെയ്യുന്ന അമ്മമാരെ, കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കരുതി ആ ആഹാരം പാകം ചെയ്ത് ഉച്ചയ്ക്ക് അവർക്ക് നൽകുന്ന അമ്മമാരെ കൂടി ഞങ്ങൾ ആദരിക്കുകയാണ്. അപ്പൊ അവരെ നമ്മൾ ക്ഷണിക്കുകയാണ്. മർഹൂം അസ്നാലിപ്പിള്ള സൽമാ ബീവി, നമ്മളെ കിഴക്കതിലെ സാധാരണക്കാരായ ഒരു കുടുംബം അവരുടെ മക്കളെ വളർത്തി വലുതാക്കി ഉന്നത വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ദീനിയായ വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് ആ മക്കള് നല്ല നിലയിലെത്തി. അവരിന്നും ആ ഉമ്മയും വാപ്പയും മറന്നിട്ടില്ല എന്നതിന്റെ ഒരു സൂചനയോടൊപ്പം കരിച്ചാറ നന്മ അവാർഡുകൾ ആരംഭിച്ചപ്പോൾ കരിച്ചാറ നന്മയോട് അവർ പറഞ്ഞത് അസ്നാലിപ്പിള്ള അബ്ദ എന്ന് പറയുന്ന അതിലൊരു മകൻ. അവരെല്ലാം നന്മയുടെ പ്രവർത്തകരാണ്. താഹിർ ഹാജി ആയിരുന്നാലും നമ്മുടെ അയ്യൂബ് ഖാൻ ആയിരുന്നാലും അവരെല്ലാം കുടുംബത്തോടൊപ്പം നന്മയ്ക്ക് വേണ്ടി അഹോരാത്രം എന്ത് കാര്യത്തിനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അവരുടെ ഓർമ്മ, ആ വാപ്പയുടെയും ഉമ്മയുടെയും ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി അസ്നാലിപ്പിള്ള സൽമാ ബീവി അവർ കിടന്ന് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലാണ്. അവരുടെ ഖബറുകൾ വെളിച്ചമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മക്കൾ ഇന്ന് ഏകദേശം 10ഓളം അവാർഡുകൾ, ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ള അവാർഡുകൾ സ്പോൺസർ ചെയ്യുകയാണ്. അപ്പൊ അവരെ കുട്ടികളുടെ പേരുകൾ വിളിക്കുകയാണ്.
ശബ്ദങ്ങൾ അതിമനോഹരമായി അവർ നിങ്ങളുടെ കാതുകളിൽ എത്തിച്ചത് മിക്സറിലിരിക്കുന്ന നവാസിന്, അതുപോലെ തന്നെ നൈഫിന്, അദ്ദേഹത്തിന്റെ മകൻ ഉയാസിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി മറ്റൊരു വേദിയിൽ കാണാമെന്ന പ്രതീക്ഷയോട് നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ നാമത്തിൽ അസ്സലാമു അലൈക്കും.